കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. ഒരു പ്രാവശ്യം കൂടെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകിയ ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വേദ വചനചിന്തയ്ക്കായി 118 സങ്കീർത്തനം 15 വാക്യം നമുക്ക് വായിക്കാം. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. യഹോവയുടെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ ഈ വാക്യത്തെക്കുറിച്ച് പറയുന്നത് ഉല്ലാസത്തിൻ്റെയും രക്ഷയുടെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. 118 സങ്കീർത്തനം ഇസ്രായേൽ ജനം കൂടാര പെരുന്നാളിൽ ചെല്ലുമ്പോൾ വായിക്കുന്ന സങ്കീർത്തനമായിട്ടാണ് വേദപണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ജനം കൂടാര പെരുന്നാളിൽ കടന്നു ചെല്ലുമ്പോൾ, കൂടാരങ്ങളിൽ പാർക്കുമ്പോൾ അവർ മുഴക്കുന്നതായ ജയഘോഷം അത് രക്ഷയുടെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്ന് നമുക്കറിയാം, പുതിയ നിയമവിശ്വാസികൾക്ക് കൂടാര പെരുന്നാൾ എന്നുള്ളൊരു കാര്യമില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്ന വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നാം ഈ ഭൂമിയിൽ കൂടാരവാസികളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിയോൻ യാത്രയിലാണ്. ഈ ഭൂമി നമ്മുടെ സ്വന്തമല്ല, മറിച്ച് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു നിത്യഭവനം ഉണ്ട് എന്നും ഈ ഭൂമിയിൽ നമ്മൾ അന്യരും പരദേശികളുമാണ്. എന്നാൽ ഈ ഭൂമിയിൽ നാം ഈ ഭൗമിക കൂടാരത്തിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാം ദൈവസന്നിധിയിൽ നീതിമാന്മാരായി നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ കൂടാരങ്ങളിൽ എപ്പോഴും മുഴങ്ങുന്നത് ഉല്ലാസത്തിൻ്റെയും രക്ഷയുടെയും അല്ലെങ്കിൽ ജയത്തിൻ്റെയും ഘോഷമാണ്. ഇത് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അനേക ദൈവമക്കളും കഷ്ടതയുടെ പ്രയാസങ്ങളുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ അവർക്ക് ജയഘോഷം കൊള്ളുവാൻ കഴിയും? എങ്ങനെ അവർക്ക് ആർപ്പിടുവാൻ കഴിയും? പക്ഷേ നാം ഓരോരുത്തരും ദൈവവചനം ധ്യാനിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, നാം ജീവിക്കേണ്ടത് വിശ്വാസത്താലാണ്. ദൈവം നമ്മെ അത്ഭുതമാക്കും. ദൈവം നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ മാറ്റും. അതുകൊണ്ട് നാം മുൻകൂട്ടി ആയതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. യെരിഹോ കോട്ടയുടെ മുമ്പിലേക്ക് ഇസ്രായേൽ ജനം കടന്നു വന്നപ്പോൾ അവർ പ്രതിബദ്ധതയാണ് കണ്ടത്. അവരുടെ നേരെ ചരിഞ്ഞു നിൽക്കുന്നതായ യെരിഹോവിൻ്റെ കോട്ട, എപ്പോൾ വേണമെങ്കിലും ഈ കോട്ട അവരുടെ മേൽ വീഴാം എന്ന് മാത്രമല്ല, ദൈവം പറയുന്നത് മറ്റൊരു വഴിക്ക് പോകാനല്ല, അവർ ഈ കോട്ടയുടെ നടുവിലൂടെ കടന്നു പോകണം. പക്ഷേ അവർ ഉത്കണ്ഠപ്പെടേണ്ട സ്ഥാനത്ത്, അവർ സങ്കടപ്പെടേണ്ട, ഭാവിയെക്കുറിച്ച് വളരെയധികം സന്ദേഹപ്പെടേണ്ടതായ സാഹചര്യത്തിൽ ദൈവം അവരോട് പറയുന്നത്, നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താനാ, ആരാധിക്കാനാ. നോക്കിക്കേ, ഓരോ ദിവസവും നിങ്ങൾ ഓരോ പ്രാവശ്യം കോട്ട ചുറ്റി, 7ാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റിയിട്ട് നിങ്ങൾ കാഹളം മൂതണം എന്ന് മാത്രമല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ പെട്ടകം പിടിച്ചു വേണം ഇതെല്ലാം ചെയ്യുവാൻ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ജീവിതത്തിൽ അനേക പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കാം. പക്ഷേ ദൈവസാന്നിധ്യം വിടാതെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള ആ വിശ്വാസത്തോടുകൂടെ നാം ആയിരിക്കുന്നെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ കൂടാരങ്ങളിൽ ജയഘോഷം ഉണ്ട്. നിങ്ങളുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിൻ്റെ ഘോഷമുണ്ട്. കാരണം ഇന്നുള്ള പ്രതിസന്ധികളെ ഓർത്തല്ല നമ്മൾ ഇരിക്കേണ്ടത്. ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തെ സ്തുതിക്കുവാനും നാം തുടങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, യെരിഹോവിൻ്റെ കോട്ട ഇസ്രായേൽ ജനത്തിന് വേണ്ടി തകർത്ത് തരിപ്പണമാക്കിയവനായ ദൈവം ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെയും മാറ്റുവാൻ ശക്തനാണ്. അതുകൊണ്ട് നമ്മുടെ ആരാധനയും സ്തുതിസ്തോത്രവും കുറഞ്ഞു പോകരുത്. ഒരു പാട്ടുണ്ടല്ലോ, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. അതിനർത്ഥം ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ നാം മഹത്വപ്പെടുത്തുമ്പോൾ ആ വിശ്വാസം ഒരിക്കലും വ്യർത്ഥമായി മാറുകയില്ല. ആ വിശ്വാസം നമ്മെ ജയാളികളാക്കി മാറ്റും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധന ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ആയിരുന്നാൽ തീർച്ചയായിട്ടും ആ ആരാധന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും നന്മയുമായി ദൈവം മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ, നന്മയുടെയും ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെ ഘോഷം അവരുടെ കൂടാരങ്ങളിൽ മുഴങ്ങുന്ന ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.